ഇനിയുള്ളത് മീനക്കൂറാണ്. അക്വാരിസ് എന്നാണ് അതിന് ഇംഗ്ലീഷിലെ നാമം. പൂരുരുട്ടാതി അവസാനത്തെ പാദവും ഉത്രട്ടാതിയും രേവതിയും ചേർന്ന അതാണ് മീനക്കൂറ്. ഇവർക്ക് കണ്ടകശനിയും ഏഴരശനിയും ഒന്നിച്ച് വരുന്ന കാലമാണ്. അതുകൊണ്ടുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും അവർ കുറച്ച് കാലമായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വിദേശ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലോ വിദേശത്ത് ജോലി ചെയ്യുക, വിദേശവുമായി ബന്ധപ്പെട്ട കച്ചവടാദികളോ അങ്ങനെയുള്ള ജോലികളോ ഒക്കെ ചെയ്യുന്നവർക്കും ആത്മീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സാമാന്യേന അനുകൂലമാണ് എന്ന് പറയാവുന്നതാണ്. എന്നാൽ ഈ കണ്ടകശനിയും ഏഴരശനിയും ഒന്നിച്ചു നിൽക്കുന്ന കാലത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു നിയന്ത്രണം വേണ്ടതാണ്. പ്രത്യേകിച്ച് പുതിയ സംരംഭങ്ങൾ തുടങ്ങാതിരിക്കാനും മറ്റും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വരവിൽ ഏറെ ചിലവ് വരുന്ന കാലമാണ്. അതുകൊണ്ട് പുതിയ സ്പെക്കുലേറ്റീവായിട്ടുള്ള യാതൊരു കാര്യവും ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊക്കെ നഷ്ടത്തിൽ കലാശിക്കാനുള്ള സാധ്യത കൂടുതലാണ്.